Hi, hello guys, welcome back to another video. എൻ്റെ പേര് അൽഫിയ. അപ്പം വ്ലോഗ് വിത്ത് അൽഫിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഡ്രൈ സ്കിൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാഗല്ല, എന്നാൽ പോലെ ചെറിയ ഇൻഫർമേഷൻ ഡ്രൈ സ്കിന്നിനെ പറ്റി. അപ്പോൾ എങ്ങനെയാണ് ഡ്രൈ സ്കിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അതുണ്ടായാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ അതിനെ ഒന്ന് മയപ്പെടുത്താം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം പ്രായം കുറഞ്ഞവരെയും പ്രായമേറിയവരും എല്ലാവരും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ചർമ്മം അല്ലേ. ഇപ്പോൾ ഈ വരൾച്ച നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണല്ലേ. കാരണം വരണ്ട സ്കിന്ന് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും. അതായത് ഇവിടെയും ഫേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ നന്നായിട്ട് വലിഞ്ഞു മുറുകും. കൈകാലുകളാണെങ്കിലും ശരീരമാണെങ്കിലും ഒന്ന് പിടിക്കുമ്പോൾ ഒരു മയം ഉണ്ടാവില്ല. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കിരിക്കിരിക്കിരിക്കിരാന്നുള്ള ഒരു സൗണ്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം അവരുടെ സ്കിന്നിൽ ഒരു എണ്ണമയം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നത്. എങ്ങനെയാണ് ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നത്? അതായത് എല്ലാ മനുഷ്യ ശരീരങ്ങളിലും, അതായത് സ്കിന്നിൽ പല ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കെരാറ്റിൻ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊരു ലെയർ ഉണ്ട്, അത് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ആ കെരാറ്റിൻ ലെയറിനുള്ളിൽ കുറേ സെൽസ് ഉണ്ട്, എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്ന കുറേ സെൽസ് ഉണ്ട്. ആ സെൽസിൽ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി മാറുന്നത്. അതായത് ഓയിൽ സ്കിന്നുകാർക്ക് എണ്ണമയം കൂടുമ്പോൾ ഭയങ്കരമായിട്ടും ഓയിലി ആയിപ്പോവുകയും എന്നാൽ ഓയിലിൻ്റെ അളവ് കുറയുമ്പം ഡ്രൈ ആയി പോകുന്ന അവസ്ഥയാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്താലാണ് ഒരു സോഫ്റ്റ് സ്കിൻ ആക്കാൻ പറ്റും എന്ന് നോക്കാം അല്ലേ. അപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങളൊരു ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കാണ്ടിരിക്കുക. മാക്സിമം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു 1/4 ബക്കറ്റ് ചൂടുവെള്ളം ഒഴിച്ച് മാത്രമേ കുളിക്കാവുള്ളൂ. കാരണം ശരീരത്തിൽ ഒരുപാട് ചൂട് കൊടുക്കരുത്. ചൂട് കൊടുക്കും തോറും സ്കിൻ ഡ്രൈ ആയി മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക, ഫ്രൂട്ട്സും കഴിക്കുക. ഫ്രൂട്ട്സ് ജ്യൂസായി കുടിക്കാതെ ഫ്രൂട്ട്സായിട്ട് തന്നെ കഴിക്കുക, മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മുഖം എപ്പോഴും കഴുകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ മുഖത്ത് എപ്പോഴും മുഖം കഴുകുമ്പം മുഖത്തുണ്ടായിരിക്കുന്ന ഓയിൽസ് അത് പിന്നെയും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപാട് ഓയിലൊന്നും ഉണ്ടാവില്ല, ഒരു കുറച്ച് ഓയിൽ മാത്രമേ ഡ്രൈ സ്കിന്നുകാരിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഉണ്ടാകുന്ന ഓയിലും കൂടെ ഇല്ലാണ്ടാവുകയാണ് ഈ എപ്പോഴും മുഖം കഴുകുന്നതിലൂടെ സംഭവിക്കുക. നിങ്ങൾ മുഖം കഴുകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഫേസ് വാഷ് ഇട്ട് കഴിയുമ്പോൾ തന്നെ മുഖം ഒന്നുകൂടെ ഡ്രൈ ആയാണ് മാറുന്നത്. അതുകൊണ്ട് കടയിൽ നിന്നുള്ള ഫേസ് വാഷിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിക്കണം നിർബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് വാങ്ങുക. ഇപ്പം നമ്മുടെ വിപണിയിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫേസ് വാഷുകൾ അവൈലബിൾ ആണ്. അതായത് സൾഫേറ്റ് ഫ്രീ, ക്രൂവൽറ്റി ഫ്രീ, അങ്ങനെ കുറേ ടൈപ്പ് ഫേസ് വാഷ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ടേ വാങ്ങുകയുള്ളൂ. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഫേസ് വാഷ് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പുറത്ത് പോയിട്ട് പൊല്യൂട്ടൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മേക്കപ്പ് ഉപയോഗിച്ച ഒരു സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകണം. കാരണം ഡേർട്ടെല്ലാം പോഴ്സിൽ കയറി ക്ലോഗ്ഡ് ആകും. അത് കാരണം ആക്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് കഴുകണം. എന്നാൽ പക്ഷേ അല്ലാത്തൊരു സമയം, അതായത് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓട്സ് പൗഡർ പോലെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓട്സ് പൊടിയോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന പൗഡർ വെച്ച് നിങ്ങൾ മുഖം കഴുകാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് പോലത്തുള്ള ലൈറ്റായിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുക. ക്ലെൻസിങ് മിൽക്ക് ഏറ്റവും നല്ലതാണ് ഡ്രൈ സ്കിന്നുകാർക്ക്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നന്നായിട്ട് ഡേർട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും, എന്നാൽ ഒരുപാട് ഹാർഷും അല്ലാത്ത ഒന്നാണ് ക്ലെൻസിങ് മിൽക്ക്. അതുപോലെ ഒന്നാണ് നിങ്ങൾ മോയ്സ്ചറൈസർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന ചില പ്രൊഡക്ട്സ്, ക്രീം പോലുള്ള പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആകാൻ കാരണമാകും. കാരണം അതിലുപയോഗിക്കുന്ന ക്രീംസ്, അതായത് മിക്സ് ചെയ്യുന്ന ക്രീംസ്, അതിൻ്റെതായ ചേരുവകൾ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്യൂട്ടായിന്ന് വരില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് വാങ്ങി ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ബോഡി ലോഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന അലർജീസ് അവോയ്ഡ് ചെയ്യാനായിട്ട്
അത് വായിച്ച് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം കടയിൽ നിന്ന് ഒരു ക്രീം ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ ധാരാളമായി വെള്ളം കുടിക്കണം. ഡ്രൈ സ്കിന്നിൽ, അതായത് ഡ്രൈ സ്കിൻ ഉള്ളവരുടെ ബോഡിയും ഫേസിലും ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ആവശ്യമാണ്. വെള്ളവും കൂടി ഇല്ലാണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആയി പോവും. അതിനാൽ ഒരുപാട് വെള്ളം കുടിക്കുക. ഡെയിലി 2-3 ബോട്ടിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഡ്രൈനെസ്സിനെ ഒരുപാട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഉള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫേസ് വാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ കാര്യവും പറഞ്ഞു. മോയ്സ്ചറൈസറിൻ്റെ ഏറ്റവും നല്ലത് കറ്റാർ വാഴയുടെ ജെല്ല് തൂക്കുന്നതായിരിക്കും ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ലത്. അതായത് വീട്ടിലുണ്ടാവുന്ന കറ്റാർ വാഴ എടുത്തിട്ട് അത് നടുക്കെ കണ്ടിച്ച് അതിൻ്റെ ജെല്ലുകൾ ഉപയോഗിക്കുക. രാത്രി കിടക്കുമ്പോഴും ഉപയോഗിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോഴും. അതായത് മോയ്സ്ചറൈസറിന്, അതായത് പുറത്ത് പോകുന്ന ഈ സമയത്തൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ അത് തന്നെ മുഖത്ത് ഉപയോഗിക്കുക. കാരണം ചിലവർക്ക് രാത്രി കിടക്കുമ്പോൾ നാച്ചുറലായിട്ട് എടുക്കുന്ന കറ്റാർവാഴ തേക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ എടുക്കാണ്ടിരിക്കുക. അല്ലാത്തവർ മാക്സിമം കറ്റാർവാഴയുടെ ജെല്ല് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുളിക്കുമ്പോൾ ബോഡി വാഷ് ഉപയോഗിക്കാൻ ശ്രമിക്കുക, സോപ്പ് ഉപയോഗിക്കാതെ. കാരണം സോപ്പിനെക്കാട്ടും എന്നും നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് ബോഡി വാഷ് ആയിരിക്കും. ഇന്ന് നമുക്ക് കടയിൽ നിന്ന് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ബോഡി വാഷ് കിട്ടും. അതിൽ ഒരെണ്ണം നല്ലത് ചൂസ് ചെയ്യുക. കാരണം സോപ്പിനെക്കാട്ടും പതകൾ കുറഞ്ഞ, അതായത് ചില സോപ്പുകൾ, പിയേഴ്സിൻ്റെയൊക്കെ സോപ്പാണെങ്കിൽ പത കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലത്തെയുള്ള സോപ്പുകളായാലും ബോഡി വാഷ് ആയാലും ചൂസ് ചെയ്യുക. സോപ്പിനെക്കാട്ട് എന്നും ബെറ്റർ ബോഡി വാഷ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസറായിട്ട് വീട്ടിൽ കിട്ടുന്ന നാച്ചുറലായിട്ട് പ്രോഡക്റ്റ് വെച്ച് മുഖം കഴുകാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഡ്രൈനെസ് പകുതി മാറും. എല്ലാം ഡ്രൈ സ്കിന്നുള്ളവരും മാക്സിമം നിങ്ങളുടെ വീട്ടിലെ പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കേണ്ടത്, കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസിൽ മാസ്ക് ഇടുന്നവരായിരിക്കും. മന്ത്ലി ഒരു 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും മാസ്ക് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലേ പോലത്തുള്ള മാസ്കുകൾ അവോയ്ഡ് ചെയ്യുക. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മുൾത്താനി മെട്ടി ഒരു ക്ലേ ആണല്ലേ. അപ്പം മുൾത്താനി മെട്ടി പോലുള്ള മാസ്കുകൾ ഉപയോഗിക്കുമ്പം ഡ്രൈനെസ് ഒന്നുകൂടെ കൂടും. അതിനാൽ മുൾത്താനി മെട്ടി എടുക്കുമ്പോൾ കുറച്ച് വേറെ എന്തിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഡയറക്റ്റ് ഡ്രൈ സ്കിന്നുള്ളവർ ഒരിക്കലും ഡയറക്റ്റ് മുൾത്താനി മിട്ടി ഉപയോഗിക്കരുത്. അപ്പം മുൾത്താനി മിട്ടി റോസ് വാട്ടറൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ സ്കിന്നിന് നല്ലതാണ്. പക്ഷേ എക്സസ് ആയിട്ടുള്ള ഓയിൽസിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ മുൾത്താനി മിട്ടി ഉപയോഗിക്കുന്നത്. അതായത് ഓയിൽ സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് ഒന്നാണ് മുൾത്താനി മിട്ടി പോലത്തുള്ള മാസ്കുകൾ. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ കുറച്ച് മാത്രം എടുത്തിട്ട് വേറെ എന്തിൻ്റെങ്കിലും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഡയറക്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈനെസ് ഒരുപാട് മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നും ബോഡിയും മോയ്സ്ചറൈസർ ചെയ്യണം. അതായത് നല്ലൊരു ബോഡി ലോഷൻ ഇവിടം വരെ, അതായത് ഇതാണ് നമ്മുടെ ബോഡി പാർട്ട്, ഇവിടം വരെ ബോഡി ലോഷൻ ഉപയോഗിക്കുക. ഇവിടെ നല്ലൊരു ഫേസ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പോൾ പലർക്കും ഉള്ള ഡൗട്ടാണ് ബോഡി ലോഷൻ ഉപയോഗിക്കുമ്പോൾ ബോഡി ലോഷൻ തന്നെ ഫേസിലും ഇടാവോ എന്ന്. ബോഡി ലോഷൻ ഒരിക്കലും ഫേസിലിടരുത്. ഫേസിലിടേണ്ട ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ചൂസ് ചെയ്യുക. ശരീരങ്ങളിൽ തൂക്കാനായിട്ട് ഒരു ബോഡി ലോഷനും എടുക്കുക. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈനെസ് ഒരു പരിധി വരെ കുറയും. പിന്നെ ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ സെൽസിൽ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നതിന് അളവ് കുറയുന്നത് മൂലമാണ് ഡ്രൈ ആവുന്നതെന്ന് പറഞ്ഞു. പിന്നെ പാരമ്പര്യമായിട്ടും ഡ്രൈ സ്കിന്ന് വരാം. എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ കുറവ് മൂലം തന്നെ പാരമ്പര്യമായിട്ട് നമുക്കത് ഉണ്ടാവും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ സ്കിന്നിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ധാരാളമായി വെള്ളം കുടിക്കുക. നാച്ചുറൽ പ്രൊഡക്റ്റുള്ള ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക. ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് വെച്ചുള്ള മാസ്കുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിന്നിനെ നന്നായിട്ട് ഒരു സോഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.